ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എല്ലാവരും മൊബൈൽ യൂസേഴ്സ് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോറേജ് ഫുൾ ആവാന്നുള്ളത്. നമ്മുടെ മൊബൈലിന്റെ സ്റ്റോറേജ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും നമുക്ക് മെസ്സേജ് വരും സ്റ്റോറേജ് ഫുൾ ആണെന്നുള്ളത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ അതിൽ അത്രയും കാലം ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ മുഴുവൻ നമ്മുടെ ഫോണിൽ സ്റ്റോർ ആവും. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇനി നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെയധികം സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അതിന് മുൻപ് ഇതെല്ലാം പറഞ്ഞിരുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് അനവധി ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അവിടെ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ അനവധി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻസ് ചില സമയത്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും. അപ്പൊ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇതേപോലെയാണ് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷന്റെ മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ കണ്ടില്ലേ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ചില ഫോണിലാണ് ഡിലീറ്റ് ആണ് വരുന്നത്, അവിടെ നിന്ന് റിമൂവ് കൊടുക്കുക. റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലുള്ള ഡാറ്റ, നിങ്ങൾ അത്രയും കാലം ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ, ക്യാഷ്, കാര്യങ്ങളെല്ലാം അതിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ലോഗോയുടെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്പ് ഇൻഫോന്റെ കാണുന്നില്ലേ, ആ ആപ്പ് ഇൻഫോ, അവിടെ നമുക്ക് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആപ്പ് ഇൻഫോന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇന്റർഫേസിലേക്കാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ്, അതിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുക. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക, 134 MB ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ നോക്കി വെക്കുക. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം രണ്ട് ഓപ്ഷൻസ് താഴേക്ക് വരുന്നുണ്ട്. അതായത് ഒന്ന് ക്ലിയർ ക്യാഷേ വരുന്നുണ്ട്, ഒന്ന് ക്ലിയർ ഡാറ്റ വരുന്നുണ്ട്, ടോട്ടൽ സൈസും കാണിക്കുന്നുണ്ട്. ഇവിടെ 134 MB ഇവിടെ ഈ ഒരു ഗെയിംസിൽ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നേരിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന MB, അതായത് 134 MB ഇവിടെ ഫോണിൽ തന്നെ അവിടെ ബാക്കി കിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്യാഷേ, ക്ലിയർ ക്യാഷേ എന്നുള്ളത് ക്ലിയർ ക്യാഷേ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡാറ്റ കാണുന്നില്ലേ, ഈ ഡാറ്റയുടെ തൊട്ട താഴെ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇതേപോലൊരു മെനു വരുന്നുണ്ട്, പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് പെർമനന്റ്ലി ഇതെന്താണ് ഇറക്കവറബിൾ, അതായത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഡാറ്റയൊക്കെ ക്ലിയർ ആവും. ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഈ ആപ്പിൽ നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ കംപ്ലീറ്റ് ക്ലിയർ ആവും. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഡിലീറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്, നമ്മൾ ഡിലീറ്റ് ചെയ്തു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അത് മനസ്സിലാവുള്ളൂ. ഇവിടെ രണ്ട് ഭാഗത്തും ഇപ്പോൾ 0 ആയി, ഡാറ്റയും 0 ആയിട്ടുണ്ട്, ക്യാഷയും 0 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാണാം ട്രൂ കോളറിന്റെ ആപ്ലിക്കേഷൻ. ഞാനത് കണ്ടില്ലേ ലോങ് പ്രസ് ചെയ്തു, ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സ്റ്റോറേജ് യൂസേജ് കാണിക്കുന്നുണ്ട്. ആ സ്റ്റോറേജ് യൂസേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കണ്ടില്ലേ 2.1 MB ക്യാഷേ തന്നെ കാണിക്കുന്നുണ്ട്. ആ ക്യാഷേ ക്ലിയർ ചെയ്യുക ആദ്യം. അതിനുശേഷം മുകളിൽ കാണിക്കുന്നുണ്ട് 3 MBയോളം ഡാറ്റ കാണിക്കുന്നുണ്ട്, അതും ക്ലിയർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം, അതായത് ഈ ട്രൂ കോളർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും MB കണക്കിന് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാകുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം കണ്ടില്ലേ അൺഇൻസ്റ്റാൾഡ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ വെച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ ദിസ് ആപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ട്രൂ കോളർ എന്തായി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങളുടെ ആപ്പുകൾ
ഈ വീഡിയോ കണ്ടതിന് ശേഷം കാര്യം മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കുന്ന ആപ്പുകൾ നമ്മൾ വെറുതെ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്താണ് അതിൽ കിടക്കുന്ന ഡാറ്റകൾ മുഴുവൻ, നമ്മൾ അത്രയും കാലം ഉപയോഗിച്ച ഡാറ്റ മുഴുവൻ അതിൽ സ്റ്റോർ ആവുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഇത്രയും ഫുൾ ആവുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാഷയും അതുപോലെ ഡാറ്റയും ക്ലിയർ ചെയ്തതിന് ശേഷം വേണം അൺഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ അടിപൊളി വീഡിയോ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.